നമസ്കാരം. സിനിമാ താരം ശ്രീ മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്നും അല്ലെന്നുമുള്ള ചില വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ആർക്കും തന്നെ ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത വന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും നമ്മുടെ സർക്കാരോ ആരോഗ്യവകുപ്പോ അത് ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയിലാണ്. നമ്മളെ സംബന്ധിച്ച് ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് ഭീതിയുടെ പര്യായമാണ്. ക്യാൻസർ എന്ന് കേട്ടാൽ നമുക്ക് ഭയമാണ്. ക്യാൻസർ എന്ന് കേട്ടാൽ നമ്മൾ പരിഭ്രാന്തരാകും. ഇപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത മമ്മൂട്ടി തീർന്നു എന്നാണ്. ഇതോടെ മമ്മൂട്ടിയുടെ കഥ കഴിഞ്ഞു. മമ്മൂട്ടി രോഗിയായി, ഇനി രക്ഷപ്പെടില്ല. നമുക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ ശരി, നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്, നമ്മൾ തീർന്നു, നമുക്ക് രക്ഷയില്ല. ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ പേരിൽ മാത്രം പോയി ആത്മഹത്യ ചെയ്ത ആൾക്കാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകുന്നത്? എന്തുകൊണ്ടാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയധികം പേടിക്കുന്നത്? നമ്മുടെ ആരോഗ്യവകുപ്പും ഇവിടുത്തെ എല്ലാ ആൾക്കാരും ചിന്തിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ശരിയായിട്ടുള്ള ചികിത്സയില്ല. ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ട് സുഖപ്പെടുത്തി അയാളുടെ ശരീരം നശിപ്പിക്കാതെ, അയാൾക്ക് പ്രശ്നമുണ്ടാക്കാതെ, വലിയ പണച്ചെലവില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇന്ന് ക്യാൻസർ ചികിത്സ കൈപ്പിടിയിൽ വച്ചിരിക്കുന്ന അലോപ്പതിക്ക് സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗത്തേക്കാൾ ഏറെ ആൾക്കാർ പേടിക്കുന്നത് അതിന് നൽകുന്ന ചികിത്സയാണ്. അവരെ സംബന്ധിച്ച് ക്യാൻസർ വന്നു കഴിഞ്ഞാലുള്ള ഏക വഴി ഏതെങ്കിലും ഒരു അലോപ്പതി ചികിത്സാ സെൻറ്ററിലേക്ക് പോവുക, അവർ നൽകുന്ന ചികിത്സ ഏറ്റുവാങ്ങുക. അങ്ങനെ ചികിത്സ ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരെ അവർക്കറിയാം. അവരുടെ അയൽക്കാരുണ്ട്, പല സെലിബ്രിറ്റികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അവർക്കെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതും അവർക്കറിയാം. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ വഴി. ക്യാൻസർ വന്നാൽ നിങ്ങൾ അലോപ്പതി ക്യാൻസർ ചികിത്സയ്ക്ക് പോവുക മാത്രമാണ് വഴി എന്നവർ വിശ്വസിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് നമ്മുടെ സർക്കാരും പെരുമാറുന്നത്. അപ്പോൾ ആ ചികിത്സയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രോഗമുണ്ടാക്കുന്നതിനേക്കാൾ ഏറെ കുഴപ്പം തങ്ങൾക്കുണ്ടാക്കും എന്ന് നേരിട്ടറിയാവുന്ന ആൾക്കാരെ എങ്ങനെ പേടിക്കാതിരിക്കും? മുടി കൊഴിഞ്ഞു പോവുക, ശരീരം കരുവാളിക്കുക, അതികഠിനമായ വേദന അനുഭവിക്കേണ്ടി വരിക, ശരീരം മെലിഞ്ഞു പോവുക, ഇതെല്ലാം ക്യാൻസർ രോഗം ഉണ്ടാക്കുന്നതാണെന്ന് ജനം വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും തന്നെ ക്യാൻസർ രോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല. ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ അയാളുടെ മുടി കൊഴിയില്ല. ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ അയാളുടെ ശരീരം മെലിയില്ല. ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ അയാളുടെ ശരീരം കരുവാളിക്കില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് അലോപ്പതി ഇതിനു വേണ്ടി കൊടുക്കുന്ന ചികിത്സ ഏറ്റുവാങ്ങിയ ശേഷം മാത്രമാണ്. റേഡിയേഷൻ, കീമോതെറാപ്പി, സർജറി എന്നീ വഴികളിലൂടെയാണ് അലോപ്പതി ക്യാൻസർ രോഗത്തെ ശരിയാക്കിയെടുക്കാൻ നോക്കുന്നത്. എന്നാൽ രോഗം പലപ്പോഴും വഷളായിട്ട് മാറുന്നതും അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ അവരെ അലോപ്പതി തന്നെ ഉപേക്ഷിക്കുന്നതും അവസാനം ആ വ്യക്തി കഠിനമായ വേദന അനുഭവിച്ച് രോഗത്തിന് കീഴടങ്ങുന്നതുമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. തുടക്കത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഭേദപ്പെടുത്തും എന്ന് പലപ്പോഴും അലോപ്പതി അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് 51 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജായിരുന്നു, ഏർലി സ്റ്റേജ്. അപ്പോൾ ഈസിയായിട്ട് ഭേദമാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവന് നേരെ ടാറ്റ മെമ്മോറിയൽ, മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി. ഈ പയ്യൻ പട്ടാളക്കാരനായിരുന്നു, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ അവൻ ടാറ്റ മെമ്മോറിയൽ ചികിത്സയ്ക്ക് പോയ ശേഷം ഏതാണ്ട് 3 കൊല്ലം മാത്രമേ ജീവിച്ചിരുന്നു. അവൻ മരിക്കാറായപ്പോഴേക്കും അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് അവനെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നുന്ന ഒരവസ്ഥയിലെത്തിയത്. അവസാനം കഠിനമായ വേദന അനുഭവിച്ച് അവൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ ക്യാൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന അവകാശവാദമുണ്ടെങ്കിലും എൻ്റെ നേരിട്ടുള്ള പരിചയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്കുള്ള ഭയത്തിൻ്റെ കാരണം അതിന് ശരിയായിട്ടുള്ള ഒരു ചികിത്സ ഇല്ലാത്തതാണ് എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ,
ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി വൈദ്യന്മാരും ഡോക്ടർമാരും ക്യാൻസറിന് ചികിത്സ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും പരസ്യമായിട്ട് ചികിത്സിക്കാൻ പറ്റില്ല. കാരണം അവരൊന്നും ചികിത്സിക്കാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ വെപ്പ്. കൊറോണ വന്ന സമയത്ത് ഒരു ഹോമിയോ ഡോക്ടർ കൊറോണയ്ക്ക് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ പോലീസ് പോയിട്ട് റെയ്ഡ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയിട്ടാണ് പിന്നീട് അനുവാദം മേടിച്ചെടുത്തത്. തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ജയപ്രസാദ് എന്ന് പറയും. അദ്ദേഹത്തിന് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നു ചികിത്സിക്കാൻ വേണ്ടി. ഹോമിയോ ഡോക്ടറാണ്. ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നോക്കിയിട്ട് അദ്ദേഹത്തിന് അനുമതി കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിവുള്ള നിരവധി വൈദ്യന്മാരും ഡോക്ടർമാരുമുണ്ട്. എന്നാൽ അവരെങ്ങനെ ചികിത്സിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി വരികയാണ്. പിന്നെ എങ്ങനെ അവർ ചികിത്സിക്കും? അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് തിരിച്ചറിയണം, നമ്മുടെ ജനം ക്യാൻസർ എന്ന പേര് കേട്ട് പരിഭ്രാന്തരായിട്ട് ജീവിക്കുകയാണ്. ക്യാൻസർ എന്ന് കേട്ടാലേ അവർക്ക് പേടിയാണ്. അത് കേൾക്കുമ്പോഴേ അവർ പകുതി മരിച്ചു, പിന്നീട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. സത്യമാണ്. ഇപ്പോഴത്തെ ഈ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിട്ട് കാര്യമില്ല. ആ രീതിയിലുള്ള ചികിത്സയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ രോഗത്തിന് ചികിത്സിക്കുന്ന എല്ലാ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കണ്ടെത്തണം. ഹോമിയോ ഡോക്ടർമാർ, സിദ്ധ, ആയുർവേദ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ എല്ലാ മേഖലകളിലും ക്യാൻസറിന് ചികിത്സ നൽകി വിജയം കൈവരിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് സർക്കാർ തന്നെ പരിശോധിച്ച് അവർ ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ സേവനം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. അവരുടെ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ലൈസൻസ് കൊടുക്കണം. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് വഴി, അതായത് ഈ അലോപ്പതിയിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള ആ ആൾക്കാരുടെ ധാരണ മാറുകയും ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ എങ്ങോട്ട് പോകണമെന്നുള്ളത്. ഒരു വൈദ്യൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അയാൾ കള്ളവൈദ്യനാണ്, അയാൾ അശാസ്ത്രീയ ചികിത്സയാണ് കൊടുക്കുന്നത്, ക്യാൻസർ ചികിത്സ അയാൾക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെയുള്ള പ്രചരണം നടത്തി എല്ലാവരെയും തങ്ങളുടെ കച്ചവടത്തിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു ദുസ്സഹമായ സാഹചര്യം മാറ്റണം. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു രോഗമല്ല, അതൊരു വ്യവസായമാണ്. ക്യാൻസർ ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് ക്യാൻസർ മരുന്നുകളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് $250 ബില്യൺ പറയുന്നത്. അടുത്ത 10 കൊല്ലം കൊണ്ട് ഇത് ഇരട്ടിയാകും. എന്ന് പറഞ്ഞാൽ അത്രയേറെ ക്യാൻസറുകൾ കൂടും, അത്രയേറെ പേരെ ചികിത്സിക്കേണ്ടി വരും. എന്നാൽ ഈ ചികിത്സ കിട്ടുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ബ്രസ്റ്റിൽ ക്യാൻസർ വന്നാൽ ബ്രസ്റ്റ് മുറിച്ച് നീക്കുക, വിരലിൽ ക്യാൻസർ വന്നാൽ വിരൽ മുറിച്ച് കളയുക, കരിച്ചു കളയുക. അവരുടെ ജീവിതമേ പിന്നെ മാറുകയാണ്. അവരെങ്ങനെയായിരുന്നു രോഗം വരുന്നതിന് മുമ്പ് അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറുന്ന ഒരു വളരെ ദുസ്സഹമായ സാഹചര്യത്തിലേക്ക് അവർ ചെന്നപ്പെടുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽ പെടാതിരിക്കാൻ ഇതര വൈദ്യശാസ്ത്ര ശാഖകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിസ്സാരമായിട്ട് സാധിക്കും. ഗവൺമെൻറ് അവർ ചികിത്സിച്ചോട്ടെ എന്നൊന്ന് വെച്ചാൽ മാത്രം മതി. അവർ ചികിത്സിച്ചോട്ടെ, അതുപോലെ മാറണമെങ്കിൽ രോഗം മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. ഇനി അവർക്ക് ഒരു കൺട്രോളും മറ്റും വേണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ അവരെ ഗവൺമെൻറ് തന്നെ വിളിച്ചു വരുത്തി, അത്തരക്കാരെയൊക്കെ ഒരു പത്രപരസ്യം നൽകി വിളിച്ചു വരുത്തി അവരോട് മീറ്റിംഗ് നടത്തി അവരുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ പരിശോധിച്ച് അവർ രോഗചികിത്സ നടത്തി വിജയം കൈവരിച്ചവരാണെങ്കിൽ അവരുടെ സേവനം ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തണം. അത്തരക്കാരെ ഇപ്പോൾ ക്യാൻസർ ചികിത്സിക്കുന്ന RCC പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരുടെ സേവനം അവിടെ ലഭ്യമാക്കണം. ഒരു വ്യക്തി ക്യാൻസറുമായിട്ട് ആശുപത്രിയിലേക്ക് വരുമ്പോൾ അയാൾക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം കീമോയും റേഡിയേഷനും സർജറിയും മാത്രമാണ് എന്നുള്ള ആ അവസ്ഥ മാറ്റി അയാൾക്ക് ഏതെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് മറ്റേതെങ്കിലും തരത്തിൽ ആ രോഗത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റുക. അങ്ങനെ മാറ്റാൻ ശ്രമിച്ച് നടന്നില്ലെങ്കിൽ മാത്രമേ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ചികിത്സയ്ക്ക് അവരെ റെഫർ ചെയ്യാവൂ. അപ്പോൾ ഈ രീതിയിൽ രോഗം മാറും എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് ആയുർവേദ മരുന്ന് കഴിച്ചോ, ഹോമിയോ മരുന്ന് കഴിച്ചോ, സിദ്ധവൈദ്യൻ്റെ മരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകരുടെ ഡയറ്റിലൂടെയൊക്കെ രോഗം മാറും എന്ന് സാധാരണ ജനത്തിന് ഒരു ബോധ്യം ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ക്യാൻസർ രോഗത്തെ ഭയക്കത്തില്ല. ക്യാൻസർ വന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരും ഞെട്ടിത്തരിക്കില്ല. ക്യാൻസറിൻ്റെ ഭീകരത ഇല്ലാതാവും. അപ്പോൾ ഈ ഭീകരത ഇല്ലാതാവാൻ ഇതാണ് വഴി. അല്ലാതെ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരിക്കലും ശാസ്ത്രീയമേ അല്ലാത്ത ഈ ചികിത്സയിലേക്ക് ആൾക്കാരെ തള്ളിവിട്ടാൽ ആൾക്കാർ ഈ രോഗത്തെക്കുറിച്ച് എന്നും ഭീതിയുള്ളവരായി ജീവിക്കും.
അപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് പറയുന്ന ആ വാർത്ത വളരെ വലിയൊരു വാർത്തയായിട്ട് മാറിയത് ആ ക്യാൻസർ ഉണ്ടാക്കുന്ന ഭീതി മൂലം മാത്രമാണ്. എന്നാൽ ആ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് എന്ന് നമ്മുടെ ജനത്തിന് നാളെ ബോധ്യപ്പെട്ടാൽ അവരൊരിക്കലും അതിനെ ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ഈ ഭീതി ഒഴിവാക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് ദയവായിട്ട് ശ്രമിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ഈ രോഗം ശരിയായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന നിരവധി വൈദ്യന്മാരുണ്ട്. നിങ്ങൾ അവരെ കണ്ടെത്തി അവരുടെ സേവനം നമ്മുടെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ജനങ്ങൾ അറിയണം. അവരുടെ മഹത്തായ സേവനം നമ്മുടെ ജനങ്ങൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിന് തന്നെ കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അവരെ അടിച്ചമർത്താൻ വേണ്ടി ക്യാൻസർ ഇൻഡസ്ട്രിയുടെ വക്താക്കൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കരുത്. ജനങ്ങളുടെ ആരോഗ്യമാണ് നമുക്ക് മുഖ്യം. ഈ അലോപ്പതിയിൽ തന്നെ ഓങ്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, ഏതെങ്കിലും ഡോക്ടർക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലും അദ്ദേഹം കൊടുക്കുന്ന ചികിത്സ സ്വീകരിക്കാൻ മടിയായിരിക്കും. കാര്യം അദ്ദേഹത്തിന് അറിയാം ആ ചികിത്സ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അവർക്ക് പോലും സ്വീകരിക്കാൻ മടിയുള്ള ചികിത്സ സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കൽ ഒരു ഓപ്ഷൻ ഇല്ലാത്ത വിധത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് ചെയ്യുന്നത് എത്ര വലിയ ദ്രോഹമാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇത്രമാത്രം ചെയ്യുക. അലോപ്പതി ചികിത്സ അവിടെ നടന്നോട്ടെ, അതിന് പോകുന്നവരുടെ പൊക്കോട്ടെ. എന്നാൽ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ കൊടുക്കുന്ന ആൾക്കാരെ അടിച്ചമർത്താതെ അവരുടെ സേവനം ദയവ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.